പോയപ്പോഴുള്ള ഒരനുഭവം വെച്ച് പറയാം. കസിന് ഞാനും കൂടി ഞങ്ങൾ കോഴിക്കോടാണ്, ഫാമിലിയൊക്കെ കോഴിക്കോടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ബീച്ചിലേക്ക് പോയതാണ്. ബീച്ചിൽ പോയപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ഇതേപോലെ ഉള്ളൂ. അപ്പോൾ പോയപ്പോൾ ഒരാൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഈ നേരെ ഒരു 11:30-11:45 ബീച്ച് കാണാനുള്ളത് കൊണ്ട് പോയതാണ്. അപ്പോൾ എന്താ ഈ നേരം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ പ്രശ്നം, ഈ നേരത്ത് വന്നാൽ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. കോഴിക്കോട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കോഴിക്കോട് സിറ്റിയാണ്. കൂടുതൽ ബീച്ച് ടൈമിൽ കോഴിക്കോട് സിറ്റിയാണ് കൂടുതൽ ആൾക്കാരുള്ളത് എനിക്ക് തോന്നിയിട്ട്. അവിടെ ഒരാളാണ്, ഒരു ചായ വിൽക്കണ ഒരാളാണ് ഞങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഈ നേരം ഇവിടെ വന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ നേരം ഒന്നും ഇവിടെ എങ്ങനെ ബോയ്സും ഗേൾസും ഒന്നും നിൽക്കാൻ പാടില്ല. കാരണം ബോയ്സും ഗേൾസും ഇല്ല, ഒരു ബോയ് ഒരു ഗേളും ഉള്ളൂ, ബോയ്സും ഗേൾസും ഇല്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിൽക്കാൻ പാടില്ല, വീട്ടിലേക്ക് വിളിക്കും, വീട്ടിൽ നമ്പർ ഉണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ കാക്ക ചോദിച്ചു എന്താ പ്രശ്നം, നിങ്ങളെ പ്രശ്നം എന്താ അത് നിങ്ങൾ പറഞ്ഞോളിയാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ഈ നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പാടില്ല, അതൊക്കെ പ്രശ്നമാണ്, ഭാവിയിലേക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് പ്രശ്നം വരുന്നത് എൻ്റെ കസിനാണ്, എൻ്റെ എളാപ്പൻ്റെ മോനാണ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം. ഇവർ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വിളിച്ചിങ്ങാണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങനെ പോന്നോ പറഞ്ഞെങ്കിൽ അധികം നിന്ന് കൂടുതൽ സീനാക്കണ്ട, നമുക്ക് തിരിച്ചു പോകാൻ അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ നമ്മളിപ്പോൾ ഒരു കൈ പിടിക്കുക, ഇപ്പോൾ ബോയിൻ്റെ ഒരു കൈ പിടിക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് അവർ വേറെ എന്തോ ആണ്, അങ്ങനത്തെ ഒരു സംഭവം പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ട്. അതിനിപ്പോൾ നല്ല ഏജിലുള്ള ആളാവണമെന്നില്ല, നമ്മളെ സുഹൃത്തായാലും ഓൽക്കും ഉണ്ടാവും. ഇവർ ഫ്രണ്ട്സ് ആണോ അതോ കപ്പിൾസ് ആണോ എന്താ അറിയാത്തൊരു ഇത് വൈകിട്ടുണ്ട്.